തത്തമംഗലം വിശ്രമ കേന്ദ്രം പുതിയ ബ്ലോക്കിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം നടത്തി. വിശ്രമ മന്ദിരങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ടും പൊതുജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച താമസ സൗകര്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യം വെച്ചുമാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവേ നമ്മൾ പറയുന്നതാണ്, സർക്കാർ കെട്ടിടമുണ്ടാക്കി കഴിഞ്ഞാൽ 2 ടെൻഡറാണ്. ഒന്ന് സിവിൽ കെട്ടിട നിർമ്മാണം കഴിഞ്ഞാൽ സിവിൽ ടെൻഡർ കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ടെൻഡറിൻ്റെ ഭാഗമായി കെട്ടിടങ്ങൾ കുത്തിപ്പൊളിക്കുക. എത്രയെത്ര കെട്ടിടങ്ങൾ അങ്ങനെ കുത്തിപ്പൊളിക്കുന്നു ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗമായി. ഇപ്പോൾ 2 ടെൻഡർ കൂടി ഒന്നാക്കി കോമ്പോസിറ്റ് ടെൻഡർ നടപ്പിലാക്കിയതിന് ശേഷം ഈ കുത്തിപ്പൊളിക്കൽ ഇല്ലാതായി. പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകൾ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. 2021 നവംബർ 1 കേരളപ്പിറവി ദിനത്തിന് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു. ഈ 4-4.5 വർഷത്തിനിടയിൽ 32 കോടിയിലധികം വരുമാനം ഓൺലൈൻ ബുക്കിങ്ങുകളിലൂടെ ലഭിച്ചു. 400-500 രൂപയ്ക്ക് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ മെച്ചപ്പെട്ട താമസ സൗകര്യം ഒരുക്കാൻ കഴിഞ്ഞു. റെസ്റ്റ് ഹൗസുകൾ നവീകരിച്ച് പുതിയത് നിർമ്മിച്ചു. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി അധ്യക്ഷ പ്രസംഗം നടത്തി. ഇവിടെ കിബിയിലെ പൈസയാണ് പരുമാട്ടി, വട്ടഞ്ചേരി, നല്ലേപ്പള്ളി, എരപ്പള്ളി. അതിലും ഉപഭോക്താവിൻ്റെ വിഹിതം അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ വിഹിതം 6000-7000 ഉറുപ്പ്യ എടുക്കണം. 1 ഉറുപ്പ്യ എടുക്കാതെയാണ് ചിറ്റൂർ നിയോജകമണ്ഡലത്തിൽ മുഴുവനും വെള്ളം എത്തിക്കാൻ സാധിച്ചതിൽ ഒരു തൃപ്തിയുണ്ട് എനിക്ക് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വളരെ സന്തോഷത്തോടു കൂടി ഇത് ഉദ്ഘാടനം ചെയ്യാൻ മുഹമ്മദ് റിയാസ് PWD മിനിസ്റ്ററെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. K രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതൻ, ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ഷീബ, കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന ജയപ്രകാശ്, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ OP ജയശ്രീ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MP കൃഷ്ണപ്രസാദ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MJ ഷമീം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.